Hi dear students, welcome to Uzbek Valley. നമ്മുടെ ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ അഥവാ പ്രതിപതനം എന്നുള്ളത് നിങ്ങൾ മുൻവർഷങ്ങളിൽ പഠിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അതായിരിക്കും നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ എന്താണ് റിഫ്ലക്ഷൻ, പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് തട്ടുന്ന സമയത്ത് ആ ലൈറ്റ് തിരിച്ച് വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില മിറേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എന്താണ്, ദ ഇമേജ് സീയിങ് ഈസ് നിയർ ദാൻ യു സി. നിങ്ങൾ കാണുന്നതിനേക്കാൾ അടുത്തായിരിക്കും നിങ്ങളുടെ ഇമേജ് എന്ന് ചില കാറിൻ്റെ കണ്ണാടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? സോ വാട്ട് ഈസ് ലോ ഓഫ് റിഫ്ലക്ഷൻ? എന്താണ് പ്രതിപതന നിയമം എന്ന് പറഞ്ഞത്? നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. അതായത് ഒരു മിനുസമുള്ള പ്രതലത്തിൽ ലൈറ്റ് തട്ടുന്ന സമയത്ത്, പ്രകാശം തട്ടുമ്പോൾ ആ പ്രകാശം പ്രതിഫലിക്കും, പ്രതിപതനം സംഭവിക്കും. അപ്പോൾ അവിടെ പ്രതിപതന കോൺ, അതുപോലെ പതനകോൺ എന്ന് പറയുമ്പോൾ ലൈറ്റ് വന്ന് തട്ടുന്ന കോണ്, പ്രതിപതന കോൺ എന്ന് പറയുമ്പോൾ തിരിച്ചു പോകുന്ന കോൺ, അത് രണ്ടും തുല്യമായിരിക്കും. ഒരു പ്രതലത്തിൽ തട്ടി ലൈറ്റ് പ്രതിപദിക്കുകയാണ് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന നിയമം? ഓക്കെ, നമുക്കറിയാം ഒരു സർഫസ്, ആ സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിക്കുന്നു, ആ ലൈറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ പതിക്കുന്ന ആ പതനം നടക്കുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ ലംബമായി ഒരു ലൈൻ വരക്കുന്നു, പെർപെൻഡിക്കുലർ, സർഫസിന് പെർപെൻഡിക്കുലർ ലൈൻ വരക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ഐ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ അഥവാ പതനകോണും ആർ എന്ന പേരിൽ ഒരു റിഫ്ലക്റ്റഡ് ആംഗിൾ, ഒരു പ്രതിപതന കോണം ലഭിക്കും. ഈ ഐ സമം ആർ ആയിരിക്കും എപ്പോഴും. അതായത് പതനകോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. മാത്രമല്ല പതനരശ്മിയും ഈ വരുന്ന പതനരശ്മിയും ഇവിടെ തിരിച്ചു പോകുന്ന പ്രതിപതന രശ്മിയും നമ്മൾ വരക്കുന്ന ലംബവും ഒരേ സർഫസിലായിരിക്കും, ഒരേ പ്രതലത്തിലായിരിക്കും എന്നതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന നിയമം പറയുന്നത്. റിഫ്ലക്ഷൻ അതായത് പ്രതിപതനം എന്ന് പറഞ്ഞതിനെ പ്രധാനമായി നമുക്ക് 2 രീതിയിൽ പറയാൻ സാധിക്കും. ഒന്ന് റെഗുലർ റിഫ്ലക്ഷനാണ്, മറ്റൊന്ന് ഇറഗുലർ റിഫ്ലക്ഷനാണ്. എന്താണ് റെഗുലർ ആൻഡ് ഇറഗുലർ? റെഗുലർ അഥവാ ക്രമപ്രതിപതനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർഫസിലേക്ക് വരുന്ന രശ്മികൾ ഇത് വളരെ അച്ചടക്കത്തോടുകൂടെ കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് ക്രമപ്രതിഫലനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതിന് എന്താണ് പ്രത്യേകത? നമ്മുടെ പ്രതലം എന്ന് പറഞ്ഞത് വളരെ സ്മൂത്ത് ആയിരിക്കണം. അത്തരം പ്രതലങ്ങളിൽ സംഭവിക്കുന്ന റിഫ്ലക്ഷനുകളെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുക. ഇനി നമ്മുടെ പ്രതലം സ്മൂത്ത് അല്ല, കുറച്ച് ഇങ്ങനെ കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആണെങ്കിലോ, അതിൽ പല പ്രശ്നങ്ങളുള്ള പ്രതലമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്ന ലൈറ്റ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അതുപോലെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുക. അത് കൃത്യമായിട്ടായിരിക്കില്ല പോവുക, തിരിച്ച് പല ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയാം. നമ്മുടെ പ്രതലം അഥവാ സർഫസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് റെഗുലർ റിഫ്ലക്ഷനും, സ്മൂത്ത് അല്ലെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ചില റൂമുകൾ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെളിച്ചമുള്ളതായി നമുക്ക് തോന്നാറുണ്ടല്ലോ. അതിന് കാരണം ഇതാണ്. നന്നായി പെയിൻ്റ് അടിച്ച് വളരെ സ്മൂത്ത് സർഫസ് ആയി കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, പ്രതിഫലിക്കുന്ന റിഫ്ലക്ഷൻ അഥവാ അത് റെഗുലർ ആയിരിക്കും, ക്രമ പ്രതിഫലനായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് കൂടുതൽ വെളിച്ചമുള്ളതായിട്ട് തോന്നാനുള്ളൊരു കാരണം. എങ്ങനെയാണ് കണ്ണാടിയിൽ പ്രതിബിംബം രൂപപ്പെടുന്നത്? എങ്ങനെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് മിററിൽ കാണാൻ സാധിക്കും? അടുത്തതായി നമുക്ക് ആ ഭാഗമാണ് നോക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ചിത്രം നോക്കി, ഇവിടെ ചിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ, O എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്നും 2 രശ്മികൾ അഥവാ 2 റേ ഓഫ് ലൈറ്റ് പോകുന്നുണ്ട്, കണ്ടല്ലോ. അവിടെ ഒരു
മിറർ താഴെയുണ്ട്. ആ മിററിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നുണ്ട്. എന്നിട്ട് അത് നേരെ ആ സ്ഥലത്തേക്ക് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ഷനായിട്ട് ലൈറ്റ് പോകുന്നു. ആ ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് ശരിക്ക് നമുക്കൊരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എവിടെയായിട്ടായിരിക്കും നമുക്ക് ആ വസ്തു കാണുന്നത്? ആ കണ്ണിൽ നിന്നും നമുക്ക് പോകുന്ന രശ്മി അഥവാ കണ്ണിലേക്ക് വരുന്ന രശ്മി അത് നേരെ നീട്ടി വരച്ച് നോക്കൂ. ആ ലൈറ്റ് റേ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്താൽ, നീട്ടി വരച്ചാൽ നമുക്ക് മനസ്സിലാകും താഴെ ഒരു പോയിന്റിൽ നമുക്ക് ഐ എന്ന് പറയുന്ന പോയിന്റിൽ എത്തി നിൽക്കും. അപ്പോൾ ഇവിടെ ഒ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, അതായത് എന്താണോ വസ്തു അവിടെ ഉള്ളത്. ആ വസ്തുവിൽ നിന്ന് ലൈറ്റ് റേ തട്ടിയിട്ട് കണ്ണിലേക്ക് പോകുന്നുണ്ട്. ആ റേ തിരിച്ച് വരക്കുമ്പോൾ എവിടെയാണോ ചെന്ന് മുട്ടുന്നത് അഥവാ ഐ, അവിടെയാണ് ഇമേജ് ഉണ്ടായിരിക്കുക. സോ ഇവിടെ ഉണ്ടായ ഇമേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? നിങ്ങൾ നോക്കൂ, കണ്ണാടിയുടെ ബാക്കിലേക്കാണ് ആ ലൈറ്റ് റേ പോയി മുട്ടുന്നത് അല്ലേ? അഥവാ നമുക്ക് ഇമേജ് കണ്ണാടിയുടെ ബാക്കിൽ ഉണ്ടായതായിട്ടാണ് തോന്നുക. അത്തരം ഇമേജുകളെ നമ്മൾ എന്താ വിളിക്കുക? അത് വിർച്വൽ ഇമേജ് എന്നാണ് വിളിക്കുക. വിർച്വൽ ഇമേജ് അഥവാ മിഥ്യ എന്ന് പറയും. ഓക്കെ, അഥവാ അത് യഥാർത്ഥത്തിൽ കണ്ണാടിയുടെ ബാക്കിൽ ഉണ്ടാകുന്നതാണ്, യഥാർത്ഥത്തിലുള്ളതല്ല, പക്ഷെ നമുക്ക് അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. സോ മിഥ്യ എന്നാണ് പറയാം, അഥവാ അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, മാത്രമല്ല അതിൻ്റെ വലുപ്പം എന്തായിരിക്കും? ഇതൊരു പ്ലെയിൻ മിററാണ് അല്ലേ? പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണാടി, അതിലുണ്ടാകുന്ന വസ്തു അല്ലെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞത് നമ്മൾ യഥാർത്ഥമായി കാണുന്ന വസ്തുവിൻ്റെ അതേ വലുപ്പമായിരിക്കും. ആ പ്രതിബിംബത്തിന് വലുപ്പ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ ഈ പ്രതിബിംബം കാണുന്ന അഥവാ നമ്മുടെ ഈ ഇമേജ് കാണുന്ന ഭാഗം, ആ ഭാഗത്ത് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് എത്ര ദൂരമായിരിക്കും? കൃത്യമായിരിക്കും. അഥവാ കണ്ണാടിയിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും കണ്ണാടിയിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും, ആ ദൂരം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്, എന്നാലും അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ അഥവാ ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷനെ കുറിച്ചാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ ദർപ്പണങ്ങൾ വന്നു കഴിഞ്ഞാലോ? നമ്മൾ ഒരു ദർപ്പണം മാത്രമല്ലല്ലോ, ഒന്നിൽ കൂടുതൽ ദർപ്പണങ്ങൾ വെക്കാം. അപ്പോൾ ഒരു രണ്ടോ അതിലധികമോ ഒക്കെ ദർപ്പണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം മിറേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്? ഒരു പ്ലെയിൻ മിറർ നോക്കുമ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വന്നാലോ? സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ തന്നെ ഇമേജുകൾ അഥവാ പ്രതിബിംബങ്ങൾ ഉണ്ടാകും അല്ലേ? അതെങ്ങനെയാണ്? അത് ആ ഇമേജ് ഉണ്ടാകുന്നതിനെ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നതിനെ പ്രധാനമായും ബാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ രണ്ട് കണ്ണാടികൾ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് പ്ലെയിൻ മിറർ അടുത്തടുത്ത് വെച്ചു വിചാരിക്കുക. ആ രണ്ട് പ്ലെയിൻ മിറർ തട്ടിച്ച് വെക്കുന്ന സമയത്ത് അവക്കിടയിൽ ഒരു കോണം രൂപീകരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മിറർ ഞാനിങ്ങനെ നേരെ വെക്കുന്നു, അതിന് ലംബമായി അഥവാ പെർപെൻഡിക്കുലറായി ഞാൻ മറ്റൊരു മിറർ വെക്കുന്നു. സോ ഇങ്ങനെ വെക്കുമ്പോൾ, ഇത് രണ്ട് മിററുകളാണ്, ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു കോൺ അഥവാ 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു കോൺ ഉണ്ടായിരിക്കും. സോ ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചാൽ നമുക്ക് എത്ര പ്രതിബിംബം കാണാൻ സാധിക്കും? അത് ആ പ്രതിബിംബം എത്ര എണ്ണം ഉണ്ടാകും, എത്ര ഇമേജ് അവിടെ ഫോം ചെയ്യും എന്ന് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ്? നമ്പർ ഓഫ് ഇമേജസ് അല്ലെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ 360/θ-1. അപ്പോൾ ഇതിലെന്താണ് തീറ്റ എന്ന് പറഞ്ഞത്? ഈ തീറ്റ അല്ല, ദാറ്റ് ഈസ് ആംഗിളിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന, നമ്മൾ XY ഒക്കെ പറയാറില്ലേ എന്ന് പറയുന്നതാണ് തീറ്റ. സോ 360/θ-1. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ രണ്ട് കണ്ണാടികൾ എത്ര ആംഗിളിലാണ് വെച്ചിരിക്കുന്നത്, ആ ആംഗിൾ എത്രയാണോ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇമേജ് അഥവാ n കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളിവിടെ വെച്ചിരിക്കുന്നത് 90 ഡിഗ്രിയിലാണ് അല്ലേ? 90 ഡിഗ്രിയിലാണ് നമ്മളിവിടെ രണ്ട് കണ്ണാടികൾ വെച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര പ്രതിബിംബമായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഒന്ന് നോക്കാം. നമ്പർ n is equal to 360/90 - 1. ഓക്കെ,
360/90 എത്ര വരിക? 0 0 ക്യാൻസൽ ചെയ്യുന്നു. 36/9 4 വരുന്നു. 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രിയിൽ രണ്ട് കണ്ണാടികൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അതിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇമേജുകളുടെ ടോട്ടൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ ഈ 90 ഡിഗ്രി മാറ്റിയാൽ അതിനനുസരിച്ച് എണ്ണം മാറും. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് n equal to 360/θ-1. സോ ഈ ഇക്വേഷൻ എന്തായാലും കാണാതെ പഠിക്കണം. അത് നമ്മുടെ നമ്പർ ഓഫ് ഇമേജ്, രണ്ട് സമതല ദർപ്പണങ്ങൾ, രണ്ട് പ്ലെയിൻ മിറർ തമ്മിൽ നിശ്ചിത കോണിൽ നിശ്ചിത ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജ് ഉണ്ടാകും എന്ന് കാണാനുള്ള ഇക്വേഷനാണിത്. ഓക്കെ, സമതല ദർപ്പണത്തെ കുറിച്ചുള്ളൊരു ധാരണ കിട്ടിയല്ലോ. ദർപ്പണങ്ങൾ സമതലം മാത്രമല്ല, മറ്റ് ദർപ്പണങ്ങളും ഉണ്ട്. അഥവാ നമ്മുടെ മിറർ എന്ന് പറഞ്ഞത് പ്ലെയിൻ മിറർ മാത്രമല്ല, ബാക്കി രണ്ട് മിറേഴ്സിനെ കുറിച്ച് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഓഫ് മിറേഴ്സ്? കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ അല്ലേ? കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും. അപ്പം അതിൻ്റെ ചിത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ കോൺവെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിഫലിക്കുന്ന ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരിക്കും. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ പ്രതിഫലിക്കുന്ന ഭാഗം ഉണ്ടായിരിക്കുക. ഇനി കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ പ്രതിഫലിക്കുന്ന ഭാഗം അകത്തായിരിക്കും, ഒരു കുഴിഞ്ഞ ഭാഗത്തായിരിക്കും പ്രതിഫലനം ഉണ്ടായിരിക്കുക. സോ ഇവിടെ കോൺവെക്സ്, ഇതാണ് കോൺവെക്സ് മിറർ, ഇത് കോൺകേവ് മിറർ. ഓക്കെ, സോ മാറിപ്പോരുത്. കോൺകേവ് എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞ് നോക്കുന്ന അതാണ് കോൺകേവ് മിറർ. ഇപ്പോൾ നമ്മുടെ സ്പൂണിൻ്റെ അകത്തൊക്കെ ഉണ്ട്, സ്പൂണിൻ്റെ അകത്ത് വശം അത് നോക്കുമ്പോൾ കോൺകേവ് മിററാണ്. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്നത് കോൺവെക്സ് മിററാണ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന പ്രതിഫലിക്കുന്ന ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുകയായിരിക്കും. കോൺകേവ് എന്ന് പറയുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയായിരിക്കും. സാധാ മിററിൽ നിന്നും ഈ രണ്ട് മിററിൽ ഉണ്ടാകുന്ന ചിത്രങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾക്ക് അഥവാ ഇമേജിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്ന് നമുക്കറിയാലോ അല്ലേ? നമ്മൾ വീട്ടിലെ സ്പൂണൊക്കെ എവിടെയെങ്കിലും നോക്കിയാൽ നമ്മൾ സാധാരണ കണ്ണാടിയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല അത് കാണാം. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം? അപ്പോൾ എന്തൊക്കെയായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? പ്ലെയിൻ മിററിൽ നമ്മൾ പറഞ്ഞു, അഥവാ സാധാരണ കണ്ണാടിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഇമേജ് എന്ന് പറഞ്ഞത് അത് മിഥ്യയായിരിക്കും, അഥവാ വിർച്വൽ ആണ്. പിന്നെ ഇമേജിൽ നിന്നും ഒബ്ജക്റ്റിൽ നിന്നുള്ള ദൂരം ഈക്വൽ ആണ്, അത് വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സംഭവം കോൺകേവിലും കോൺവെക്സിലൊക്കെ വരുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കുക? സ്വാഭാവികമായും ഈ പറഞ്ഞതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്താണ്? ചിലപ്പോൾ ദൂരം ഒരുപോലെ ആയിരിക്കില്ല, അതുപോലെ വലുപ്പം ഒരുപോലെ ആയിരിക്കില്ല, അതുപോലെ റിയൽ വിർച്വൽ എന്നുള്ള പോലെ വ്യത്യാസം ഉണ്ടായിരിക്കും. യഥാർത്ഥമാണോ മിഥ്യയാണോ എന്ന് വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പ്ലെയിൻ മിറർ, നമ്മൾ സാധാരണ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന അതുപോലെ തന്നെയാണ് ഇമേജ് ഉണ്ടാവുക. നമ്മൾ നേരെ നിന്നാൽ ഇമേജ് നേരെ ഉണ്ടായിരിക്കും. എന്നാൽ ചില കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നേരെ നിൽക്കുകയാണെങ്കിലും ചിലപ്പോൾ തല തിരിഞ്ഞായിരിക്കും നമുക്ക് ഇമേജ് കാണാം അല്ലേ? അതെപ്പോഴാണ്? ഒരു കോൺവെക്സ് മിററിൽ നോക്കുന്ന സമയത്ത് തല കീഴായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് വരുന്നത് നമുക്ക് പഠിക്കാനുണ്ട്, നമുക്കത് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് പ്രത്യേകതകളൂടെ പറയാം. പ്രത്യേകതയല്ല, നമ്മൾ കോൺവെക്സിനെയും കോൺകേവിനെയും അഥവാ കോൺവെക്സ് മിറർ കോൺകേവ് മിററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്ലെയിൻ മിററിൽ നമുക്കറിയാം ഒരു പ്രതലവും അതിൽ റിഫ്ലക്റ്ററേയും ഒക്കെ പറഞ്ഞു. എന്നാൽ കോൺകേവിനും കോൺവെക്സിനും അതുപോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മളൊരു കോൺവെക്സ് മിററിനെ ഞാനിങ്ങനെ വരച്ചു വിചാരിക്കാം. ഇവിടെ നോക്കുക, ഒരു കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററിൽ ബാക്ക് സൈഡിൽ അതിൻ്റെ ലൈൻ ഉണ്ടായിരിക്കും, ഫ്രണ്ട് സൈഡിലേക്കാണ് അത് കാണുന്ന ഭാഗമുള്ളത്. സോ ഈ കോൺവെക്സ് മിറർ എന്നുള്ളതിൻ്റെ അതിനൊരു സെൻറ്റർ പോർഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ പോൾ എന്ന് പറയാം. കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുക. ഈ പോളിലൂടെ നമ്മളൊരു ലൈൻ നേരിട്ട് ഇങ്ങോട്ട് വരച്ചാൽ, ഓക്കെ, ഈ വരച്ച ലൈനാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുക. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് അഥവാ മുഖ്യ അക്ഷം എന്ന് പറയും. ഒരു പ്ലെയിൻ മിററിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? പ്ലെയിൻ മിറർ വരയ്ക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരക്കുന്നു. ആ ലൈൻ ഇതാ ഇവിടെയാണ്. ഇപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഒരു ഭാഗമുണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു ഇത് വരക്കുന്നു. സോ പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് ഇടിച്ചാൽ, ഇൻസിഡൻറ്റ് ചെയ്താൽ ആ ഇൻസിഡൻറ്റ് ചെയ്ത അതേ ആംഗിളിൽ തന്നെ അതിങ്ങനെ തിരിച്ചു പോകും. ഓക്കെ, നമുക്കറിയാം. എന്നാൽ എന്താണ് ഒരു കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിററിൽ എങ്ങനെയാണ് സംഭവിക്കുക? നമുക്ക് ആദ്യം കോൺകേവ് മിററിൻ്റെ വരച്ച് നോക്കാം.
സോ ഒരു കോൺകേവ് മിറർ ഞാനിങ്ങനെ വരക്കുന്നു. കോൺകേവ് മിറർ നമുക്കറിയാം അതിൻ്റെ അകത്തോട്ട് കുഴിഞ്ഞായിരിക്കും അതിൻ്റെ ഭാഗമായിരിക്കുക. ഓക്കെ, സോ ഈ കോൺകേവ് മിററിൻ്റെ ഏറ്റവും സെൻറ്റർ പോയിന്റ് നമ്മളത് പോൾ എന്നാണ് വിളിക്കുക. ആ പോളിൽ നിന്നും നമ്മളൊരു ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചാൽ, പോളിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കാം. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ ആക്സിസിലാണ് ഈ കോൺകേവ് മിററിൻ്റെ ഫോക്കസും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് കർവേച്ചറും വരുന്നത്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊരു ചെറിയൊരു ഇങ്ങനെ വളഞ്ഞിരിക്കുന്നൊരു ഭാഗമാണല്ലോ. ഈ ഭാഗത്തെ ടോട്ടലി നമ്മൾ വരച്ചാൽ, ആ ചെറിയൊരു ഭാഗത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇങ്ങോട്ട് വരച്ചാൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണോ അതായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നുള്ളത്. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചർ അഥവാ സി എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക. സെൻറ്റർ ഓഫ് കർവേച്ചർ സി. ഇനി നമുക്കിതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണം. ഫോക്കസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഫോക്കസ് കണ്ടുപിടിക്കുക എളുപ്പമാണ്. നമ്മൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ലൈനുകൾ ഇങ്ങനെ, ഈ പ്രകാശം കോൺകേവ് മിററിലേക്ക് വരികയാണ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി ചില ലൈനുകൾ ഇങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ വന്നിരിക്കുന്നതൊക്കെ നമ്മുടെ പ്രകാശരശ്മികളാണ്. ഓക്കെ, ഇതില്ല. ഈ പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണാടിയിൽ ഹിറ്റ് ചെയ്യുമ്പോൾ, കണ്ണാടിയിൽ തട്ടുന്ന സമയത്ത് തിരിച്ച് പ്രതിഫലിക്കും അല്ലേ? എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ഇവിടെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. അതായത് ഇതൊരു വളഞ്ഞ പ്രതലാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ കണ്ണാടിയിലുള്ളതുപോലെ ഇൻസിഡൻറ്റ് ആംഗിൾ അതുപോലെ തന്നെ ഈ റിഫ്ലക്റ്റഡ് ആംഗിളൊക്കെ സെയിം അങ്ങനെയല്ലേ ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഒരു പ്ലെയിൻ മിററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഈ വന്നിരിക്കുന്ന ലൈറ്റ് റേ എല്ലാം ഒരു കോമൺ പോയിന്റിലൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക. ഒരു കോമൺ പോയിന്റിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ എല്ലാ ലൈനുകളും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ഒരു കോമൺ പോയിന്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ആ ഫോക്കസ് നിലനിൽക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഈ പറയുന്ന പ്രിൻസിപ്പൽ ആക്സിസിലായിരിക്കും ഈ ഫോക്കസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഫോക്കസ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന എല്ലാ ലൈറ്റ് റേകളും ചുരുങ്ങി അല്ലെങ്കിൽ കൺവേർജിങ് എന്നാണ് പറയുക. അത് ഒരു ഒറ്റ പോയിന്റിലേക്ക് അത് ഇങ്ങനെ കൂടി വരുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഫോക്കൽ ലെങ്ത് എന്താണ്? കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് ഈ ഫോക്കസും ഇവിടെയുള്ള പോൾ ഉണ്ടല്ലോ, ഈ കോൺവെക്സ് മിററിൻ്റെ സെൻറ്ററിലുള്ള പോൾ, ഈ പോളും ഈ ഫോക്കസും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. പോളും ഫോക്കസും തമ്മിലുള്ള ദൂരത്തെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുക. നമ്മൾ നേരത്തെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെ കുറിച്ച് പറഞ്ഞല്ലോ. സെൻറ്റർ ഓഫ് കർവേച്ചർ എല്ലായ്പ്പോഴും കോൺവെക്സ് ലെൻസ് ആണെങ്കിലും കോൺകേവ് ലെൻസ് ആണെങ്കിലും ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ട് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഏകദേശം ഇവിടെ ഉണ്ടാവുക. സോ ഈ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും, അഥവാ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2 × ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇരട്ടി ആയിരിക്കും. ഓക്കെ, സോ ഇത് നമ്മളിപ്പോൾ വരച്ചിട്ടുള്ളത് ഒരു കോൺകേവ് മിററാണ്. കോൺവെക്സ് മിററിലും ഇങ്ങനെ തന്നെയാണ്. കോൺവെക്സ് മിററിൽ 1-2 വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മുടെ റിഫ്ലക്റ്റിംഗ് ഭാഗത്തേക്ക് തന്നെ തിരിച്ചാണ് വന്നിട്ട് നമ്മുടെ ഫോക്കസ് പോയിന്റ് ഉള്ളത്. നമ്മൾ എവിടെയാണോ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണോ നമ്മുടെ പ്രകാശം പോകുന്നത്, ലൈറ്റ് പോകുന്നത്, അതേ ഭാഗത്ത് തന്നെയാണ് ഫോക്കസ് ഉള്ളത്. കണ്ടോ, ഇവിടെ നിന്നാണ് ലൈറ്റ് പോകുന്നത്, ഈ ഭാഗത്ത് തന്നെയാണ് ഫോക്കസ് ഉള്ളത്. എന്നാൽ ഇത് നേരെ നമ്മുടെ കോൺവെക്സ് മിററിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കോൺവെക്സ് മിററിലേക്ക് ആലോചിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. കോൺവെക്സ് മിറർ നമ്മൾ ഇങ്ങനെ വരക്കുന്നു. കോൺവെക്സ് മിറർ ഈ ഭാഗത്ത് അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസ് പോകുന്നു. അപ്പോൾ ഇവിടെ പോൾ വരുന്നു, പോളുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ രശ്മികളായിട്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, പ്രകാശരശ്മികൾ ഇങ്ങനെ ഇതിലേക്ക് വരുന്നു.
പ്രകാശരശ്മികൾ വന്നു കഴിഞ്ഞാൽ അത് പാരലായിട്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ പാരലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രശ്മികൾ എന്താ സംഭവിക്കുക, ഇത് ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്കാണ്, പക്ഷെ ഇത് നേരത്തെ നമ്മൾ കൺവേർജിങ് ആണ് പറഞ്ഞത്, അതായത് ഒരൊറ്റ പോയിന്റിലേക്ക് ഇങ്ങനെ വരും. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ, തിരിച്ച് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഭാഗം ആണ് നമ്മൾ പ്രകാശം വരുന്ന ഭാഗം, ഇത് കണ്ണാടിയുടെ ബാക്ക് സൈഡാണ് ഈ ഭാഗം. അപ്പോൾ നമ്മുടെ പ്രകാശം വന്ന ഭാഗത്തേക്ക് തന്നെയാണ് ലൈറ്റ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഫോക്കസ് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് നോക്കുക, ഫോക്കസ് ബാക്കിലായിരിക്കും അല്ലേ. അതായത് ഈ റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് അത് നേരെ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ നീട്ടി വരക്കുമ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റിലേക്ക് എത്തും കണ്ടോ. ഈ ലൈനുകൾ ഇങ്ങനെ ബാക്കിലേക്ക് വരക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഒരു കോമൺ പോയിന്റ്. അവിടെയാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഈ കോൺവെക്സ് മിററിൻ്റെ ഫോക്കസിൻ്റെ പ്രത്യേകത എന്താ, നേരത്തെ നമ്മൾ കണ്ടത്, നേരത്തെയുള്ള ഫോക്കസ് എന്ന് പറഞ്ഞത് നമ്മുടെ ലൈറ്റ് വരുന്ന അതേ ഭാഗത്തായിരുന്നു, കണ്ണാടിയുടെ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ അത് കണ്ണാടിയുടെ ബാക്കിലേക്ക് മാറി അല്ലേ. സോ അവിടെ കോൺകേവ് മിററിൽ ഫോക്കസ് എന്ന് പറഞ്ഞത് ഒരു യഥാർത്ഥ ഫോക്കസ് ആണ് ഇവിടെ, അഥവാ റിയൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് ആണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഇതൊരു വിർച്വൽ ഫോക്കസ് ആണ്, വിർച്വൽ ആയിട്ടുള്ള ഫോക്കസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇവിടെയും നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ എങ്ങനെ ആയിരിക്കും, ബാക്കിൽ തന്നെ ആയിരിക്കും. ഇവിടെ നിന്നുള്ള ഈ ദൂരം എത്രയാണോ അതിൻ്റെ ഇരട്ടി ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ വരും, ഇതിൻ്റെ ഡബിൾ എന്നുള്ള രീതിയിൽ. സെൻറ്റർ ഓഫ് കർവേച്ചറും എന്തായിരിക്കും, ഒരു വിർച്വൽ പൊസിഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് കിട്ടിയല്ലോ അല്ലേ. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന ലൈറ്റുകൾ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിലേക്ക് എത്തും. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഫോക്കൽ ലെങ്ത്തും നമ്മുടെ ഇമേജ് ഫോർമേഷനും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു മിറർ ഫോർമുല, ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഒരു മിറർ ഫോർമുല. ഈ മിറർ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണെന്നറിയോ, മിറർ ഫോർമുല എന്ന് പറഞ്ഞാൽ അഥവാ ദർപ്പണ സമവാക്യം എന്ന് പറഞ്ഞത് 3 കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. 3 കാര്യങ്ങൾ എന്താണ്, ഒന്ന് എഫ് ആണ് അഥവാ ഫോക്കൽ ലെങ്ത്, മറ്റൊന്ന് യു, മറ്റൊന്ന് വി. എന്താണ് യു ആൻഡ് വി? യു വി എന്ന് പറഞ്ഞാൽ, യു എന്ന് പറഞ്ഞത് മിററിൽ നിന്നും നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ യു എന്ന് വിളിക്കുക. മിററിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തെ യു എന്ന് വിളിക്കും. വി എന്ന് പറഞ്ഞത് മിററിൽ നിന്നും നമ്മുടെ ഇമേജിലേക്കുള്ള ദൂരം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് യു അതുപോലെ വി നമുക്ക് കണക്കാക്കുന്നത്? നമുക്ക് ജസ്റ്റ് ഒരു ചിത്രം വരച്ചു നോക്കാം. ഞാനൊരു കോൺവെക്സ് മിറർ ഇവിടെ വരച്ചു നിൽക്കും. കോൺവെക്സ് മിററിന് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. എന്നിട്ട് അതിന് മുമ്പിൽ നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചു. ഒബ്ജക്റ്റ് ഓക്കെ ആണോ, അതിന് മുമ്പിൽ ആ ആരോ മാർക്ക് വെച്ചാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ നിന്നും നമ്മുടെ കണ്ണാടിയിലേക്കുള്ള മിററിലേക്കുള്ള ഈ ഒരു ദൂരത്തെയാണ് നമ്മൾ യു എന്ന അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ യു കിട്ടിയല്ലോ, കിട്ടി. ഇനി ഇങ്ങനൊരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്തായാലും ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ അല്ലേ. ആ ഇമേജ് ഇപ്പോൾ സപ്പോസ് ആ ഇമേജ് ഇവിടെയാണ്, ഇങ്ങനെ ഉണ്ടാന്ന് വിചാരിക്കുക ആ ഇമേജ്. അങ്ങനെയെങ്കിൽ ഈ കണ്ണാടിയിൽ നിന്നും ഈ ഇമേജിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ വി എന്ന് വിളിക്കുക. ഇത് ഇമേജ് ഉണ്ടാകുന്നതിന് ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ടിട്ടോ, നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് യു എന്താണ് വി എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്നും കണ്ണാടിയിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇമേജിൽ നിന്നും കണ്ണാടിയിലേക്കുള്ള ദൂരത്തെയാണ് വി എന്ന് വിളിക്കുക. നമ്മുടെ മിറർ ഫോർമുല എന്ന് പറഞ്ഞത് അഥവാ ദർപ്പണ സമവാക്യം, ഇത് ഫോക്കൽ ലെങ്തിനെയും യു ആൻഡ് വി അഥവാ കണ്ണാടിയിൽ നിന്ന് മിററിൽ നിന്ന് നമ്മുടെ ഇമേജിലേക്കും അതുപോലെ കണ്ണാടിയിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, ഈ 3 വസ്തുവിനെ, ഈ 3 കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇക്വേഷനാണ് മിറർ ഫോർമുല അഥവാ ദർപ്പണ സമവാക്യം. ഓക്കെ, അപ്പോൾ എന്താണ് മിറർ ഫോർമുല വരുന്നത്? മിറർ ഫോർമുല ഈസ് എന്താണ് മിറർ ഫോർമുല വരുന്നത്? ഇപ്പോൾ മിറർ ഫോർമുല അതായത് 1/f is equal to 1/u plus 1/v.
ഇതാണ് മിറർ ഫോർമുല എന്ന് പറഞ്ഞത്. എഫ് എന്ന് പറഞ്ഞത് ഫോക്കൽ ലെങ്ത്, യു എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റിനും മിററിനും ഇടയിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് മിറർ. വി എന്ന് പറഞ്ഞത് ഇമേജിനും മിററിനും ഇടയിലുള്ള ദൂരം, അഥവാ പ്രതിബിംബത്തിനും കണ്ണാടിക്കും ഇടയിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഇമേജ്. 1/f = 1/u + 1/v. നമ്മളിതിനെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാറുണ്ട്. എന്തിനാണ്? നമ്മുടെ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാറുണ്ട്? എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. നേരത്തെ എഴുതിയ ഫോർമുല ഒന്ന് റീഅറേഞ്ച് ചെയ്താണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് റീഅറേഞ്ച്മെൻറ്റ് വന്നതെന്ന്. 1/f ഇസ് ഈക്വൽ ടു 1/u + 1/v. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ 1/u + 1/v എന്നുള്ളത് ഫ്രാക്ഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1/f ഇസ് ഈക്വൽ ടു 1 × v, v പ്ലസ് ഇത് ചെയ്തു ആദ്യം 1 × v, ദെൻ 1 × u, സോ u ബൈ u × v, അപ്പോൾ u v ആയി. അപ്പോൾ നോക്കിയാൽ 1/f = v + u / uv. ഇതിന് നമ്മൾ 1/f-നെ റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പോൾ എന്താവും? 1/f-നെ റെസിപ്രോക്കൽ എടുത്താൽ f. ഓക്കെ, അതേപോലെ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അവിടെ റെസിപ്രോക്കൽ എടുക്കുന്നു. u v ബൈ v + u-നെ ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് u + v എന്ന് എഴുതുന്നു. ഓക്കെ, v + u u + v സെയിം ആണല്ലോ. യെസ്, അപ്പോൾ f = uv ബൈ u + v. ഇതാണ് നമ്മുടെ മിറർ ഇക്വേഷനിൽ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ എഫ് നമുക്ക് കാണണമെങ്കിൽ യുവും വിയും തന്നാൽ എഫ് കാണാം. ഇനി ഇതിൽ എഫും യു ആണ് തന്നതെങ്കിലോ വി കാണാം. എഫും വി തന്നാലോ യു കാണാം. സോ ഒരു ഇക്വേഷനിൽ 3 ടേമുകൾ ഉണ്ടെങ്കിൽ അതിൽ 2 ടേം തന്നാൽ മൂന്നാമത്തത് കാണാമല്ലോ, നമുക്കറിയാം, ബേസിക് കാര്യങ്ങളാണ്. ഇവിടെ യു വി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്നറിയോ അത്? അതായത് നമ്മളിവിടെ മിറർ ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചത്, എവിടെയാണ് ഇമേജ് ഉണ്ടായത്, ഫോക്കൽ ലെങ്ത് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളത് മെഷർ ചെയ്യണം. എത്ര ദൂരത്ത് വെച്ചു, എത്ര ദൂരത്ത് ഇമേജ് ഉണ്ടായി എന്നുള്ളതൊക്കെ. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ 2 തരത്തിലുള്ള മിറേഴ്സിനെ കുറിച്ച് പറഞ്ഞു. കോൺവെക്സ് മിററും കോൺകേവ് മിററും. ഇതിൽ ഏത് ഭാഗത്താണ് ഇമേജ് ഉണ്ടാവുക? ചിലത് ഫ്രണ്ടിലാണ്, ചിലത് ബാക്കിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് കൺഫ്യൂഷൻ വരും. നമ്മളിത് മെഷർ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് മെഷർ ചെയ്യാം, ഏത് ഭാഗത്തേക്കാണ് മെഷർ ചെയ്യാം? ഇങ്ങനെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു തിയറി, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നാണ് അതിൻ്റെ പേര്. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. ചിഹ്ന മീൻസ് ഈ ചിഹ്ന അല്ല, ചിഹ്നം. ഓക്കെ, സോ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. എന്താണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ? ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. സോ നമ്മൾ ഒരു മിററുമായി റിലേറ്റ് ചെയ്ത്, മിറർ മാത്രമല്ല ലെൻസും ഉണ്ട് കേട്ടോ, നമ്മളിപ്പോൾ മിററാണ് പഠിക്കുന്നത്. സോ മിററുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ എഫ് യു വി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മെഷർമെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ എത്ര ദൂരത്താണ് യു, എത്ര ദൂരത്താണ് വി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമൺ തിയറിയാണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള യൂണിവേഴ്സലി അക്സെപ്റ്റ് ആയ ഒരു തിയറിയാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഫ് യു വി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഇഷ്ടത്തിന് ചെയ്യും, വേറൊരാളുടെ ഇഷ്ടത്തിന് ചെയ്യും, അവിടെ ഡിസ്ക്രിപ്പൻസി വരും, വ്യത്യാസം വരും. അതില്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ കോമൺ ആയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത്. എന്താ നോക്കാം. ഓക്കെ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത് പ്രധാനമായും 3 കാര്യമാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മളൊരു മിറർ ഇവിടെ വരച്ചു വിചാരിക്കാം. ഇതൊരു കോൺവെക്സ് മിററാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ കോൺവെക്സ് മിററിന് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവുമല്ലോ, ഉണ്ടാകും. ഈ പ്രിൻസിപ്പൽ ആക്സിസ് കടന്നു പോകുന്നത് കോൺവെക്സ് മിററിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തൂടെ ആയിരിക്കും. ഏകദേശം അല്ല, നമ്മൾ എടുത്തതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ആയിരിക്കും. ആ ഒരു പോയിന്റ് കണ്ടില്ലേ? എന്തായിരുന്നു ആ പോയിന്റ് നമ്മൾ വിളിച്ച പേര്? പോൾ. യെസ്,
ഈ പോളിലൂടെ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മറ്റൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് എന്നും അതിനെ പെർപെൻഡിക്കുലർ വൈ ആക്സിസ് എന്ന് എടുക്കുമ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു എക്സ് ഒരു വൈ. ഇതിൻ്റെ ഒറിജിൻ ഏതാണ്? പി എന്ന് പറയുന്ന നമ്മുടെ പോൾ എന്ന് പറയുന്ന ഭാഗമാണ് ഇതിൻ്റെ ഒറിജിൻ. ഓക്കെ, പി എന്ന് പറയുന്ന അതാണ് ഇതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഒന്നാമത്തെ റൂൾ അതാണ്, നമ്മൾ ഈ പോളിൻ്റെ ആ ഇൻ്റർസെക്ഷനെ ഒറിജിനാക്കി നമ്മൾ എടുക്കണം. ഒറിജിൻ എന്ന പേരല്ല, ഒറിജിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ പോൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഒന്നാമതായി പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പോളിൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഭാഗങ്ങളുണ്ട് അല്ലേ? റൈറ്റ് സൈഡിലേക്ക് കുറച്ച് ഭാഗമുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നമുക്ക് മെഷർ ചെയ്യാം, ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യാം. നിങ്ങൾ ഈ പറയുന്ന മിററിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കൂ. ഇതൊരു കോൺവെക്സ് മിററാണ്. ഈ മിററിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അഥവാ റൈറ്റ് സൈഡ് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം അല്ലേ? ഈ ഭാഗത്താണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒബ്ജക്റ്റ് വെച്ചാൽ ഇങ്ങോട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് വരിക, ഈ ഭാഗത്തേക്കാണ് മെഷർമെൻറ്റ് വരിക. ഈ ഭാഗത്തേക്ക് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ, അഥവാ നമ്മുടെ എക്സിൻ്റെ അഥവാ പോളിൻ്റെ റൈറ്റ് ഭാഗത്തേക്ക്, എക്സ് ആക്സിസിൽ പോളിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കണം. അതുപോലെ എക്സ് ലെഫ്റ്റിലേക്ക് പോളിൻ്റെ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് ആ വാല്യൂ എടുക്കണം. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത് എന്താണ്? ഇത് റൈറ്റും ലെഫ്റ്റും മാത്രമല്ല, അപ്പും ഡൗണും ഇല്ലേ? അപ്പ് എന്ന് പറയുന്ന മുകൾ ഭാഗവും താഴ്ഭാഗവും ഉണ്ട്. മുകൾ ഭാഗത്തേക്ക് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടും താഴ്ഭാഗത്തേക്ക് മെഷർ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടും എടുക്കണം. ഓക്കെ, സോ ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന രീതി പറയുന്നത്, നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പൊതുവായ രീതി അനുസരിച്ച് വേണം എഫ് യു വി ഒക്കെ മെഷർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതൊരു കോൺവെക്സ് മിററാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റ് എത്രയാവണം? പോസിറ്റീവ് ആണ് എടുക്കുക. അതൊരു 20 ആണെങ്കിൽ +20 ആണ് വരിക. ഇനി നമ്മൾ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് വെക്കുന്നെങ്കിലോ മൈനസ് ആയിരിക്കും, ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് വെക്കുക എന്നുള്ളത് വേറെ ചർച്ച. കണ്ണടിയുടെ ബാക്കാണല്ലോ, ഒബ്ജക്റ്റ് എപ്പോഴും ഫ്രണ്ടിലാണ് വെക്കുക. പക്ഷേ ചില സമയത്ത് ഇമേജ് ബാക്ക് സൈഡിൽ ഉണ്ടാവാം അല്ലേ? അപ്പം അതുകൊണ്ട് ഇമേജ് ബാക്കിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വി. അപ്പോൾ ചിലപ്പോൾ വി എന്ത് ചെയ്യും, യു പോസിറ്റീവ് ആകുമ്പോൾ വി ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഓക്കെ, അത് നമുക്ക് നോക്കാം, അതിൻ്റെ കേസ് നോക്കാം. സോ നമ്മൾ പറഞ്ഞത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം എഫ് വി യു എന്നിവ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിററിൻ്റെ പോൾ ഒരു ഒറിജിൻ ആക്കി എടുക്കുകയും അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവും ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവായിട്ട് എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, when an object is placed in front of a concave mirror at a distance 30 cm from the mirror, an image is obtained on a screen of a distance 20 cm. എന്താണ്, ജസ്റ്റ് നമുക്കൊന്ന് വരച്ചു നോക്കാം പറഞ്ഞ സംഭവം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു കോൺകേവ് മിറർ ഇങ്ങനെ ഉണ്ട്, കോൺകേവ് മിറർ അല്ലേ? ഓക്കെ, കോൺകേവ് മിറർ ഉണ്ട്. അത് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരക്കുന്നു. കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ആ ഒബ്ജക്റ്റും നമ്മുടെ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 ആണെന്ന് പറയുന്നു. സോ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ യു ആണ് എന്ന് നമുക്കറിയാം അല്ലേ? ഈ യു മെഷർ ചെയ്യുമ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ രീതി നമ്മൾ നോക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ ഇത് പോളായിട്ട് നമ്മുടെ ഈ സെൻറ്റർ പോളായിട്ടും ഒരു ആക്സ് എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കല്ലേ മെഷർമെൻറ്റ് വരുന്നത് അല്ലേ? ഈ ഭാഗത്തേക്ക് ലെഫ്റ്റിലേക്ക്. സോ നമ്മൾ ഈ 30 എന്ന് പറയുമ്പോൾ, അതായത് ഒബ്ജക്റ്റ് വെച്ചത് മിററിന് 30 സെൻറ്റിമീറ്റർ അപ്പാർട്ടാണെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇവിടെ ചിത്രത്തിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ യു ഷുഡ് ബി -30 സെൻറ്റിമീറ്റർ, മൈനസ് ആക്കി എടുക്കണം.
ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ എ ഡിസ്റ്റൻസ് ഓഫ് 20 സെൻറ്റിമീറ്റർ ഫ്രം ദ മിറർ. മിററിൽ നിന്നൊരു 20 സെൻറ്റിമീറ്റർ ദൂരെയുള്ള ആൾക്കാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ മിററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ദൂരെയുള്ള ഒരു സ്ക്രീനിലാണ് നമുക്ക് ഇവിടെ അതിൻ്റെ ഇമേജ് കിട്ടിയിട്ടുള്ളത്. സോ അത് 20 ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് വന്നിട്ടുള്ളത്? ഇമേജ്. കാരണം ഇതാണല്ലോ റിഫ്ലക്റ്റിംഗ് സൈഡ് അല്ലേ? ഇതാണ് റിഫ്ലക്റ്റിംഗ് സൈഡ്. ഈ റിഫ്ലക്റ്റിംഗ് സൈഡിലായിരിക്കും, അവിടെയാണ് നമ്മൾ വെക്കുന്നതും അവിടെ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുകയും ചെയ്യുന്നത്. സോ ഇവിടെ 20 എന്ന് പറയുമ്പോൾ അവിടെ വി, അതായത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഇമേജ് ഷുഡ് ബി -20 സെൻറ്റിമീറ്റർ. വി ആണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ ഇമേജ്. സോ നമുക്ക് എന്ത് കിട്ടി? യു കിട്ടി, വി കിട്ടി. ഓക്കെ, സോ വി ഗോട്ട് യു ആൻഡ് വി. ദാറ്റ് ഈസ് യു ഇസ് ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ, ദെൻ വി ഈക്വൽ ടു -20 സെൻറ്റിമീറ്റർ. സോ എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്? അവിടെ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ. ഈ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടെത്താനാണ്. വി ഹാവ് മിറർ ഇക്വേഷൻ. നമ്മുടെ കയ്യിൽ ആരുണ്ട്? മിറർ ഇക്വേഷൻ ഉണ്ട്. 1/f ഈക്വൽ ടു 1/u + 1/v. പഠിച്ചല്ലോ. ഇതിന് നമ്മൾ ഒന്നുകൂടെ ചെയ്യാൻ എളുപ്പത്തിന് എങ്ങനെ മാറ്റി എഴുതിയിരുന്നു? f ഈക്വൽ ടു uv/u + v. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? f ഇസ് ഈക്വൽ ടു u ഇൻറ്റു വി. യു എന്ന് പറഞ്ഞത് -30 ഇൻറ്റു വി -20 ഡിവൈഡഡ് ബൈ -30 പ്ലസ് -20. ദാറ്റ് ഇസ് ഈക്വൽ ടു -30 ഇൻറ്റു -20 എന്താ വരിക? രണ്ട് നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. സോ 30 ഇൻറ്റു 20 600 വരുന്നു ബൈ -30 + -20. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? പ്ലസ് ഇല്ലാതെയാവും. സോ -30 -20. സോ പ്ലസ് ഇല്ലാതെ -30 -20. രണ്ട് നെഗറ്റീവാണ്, ഒരേ ചിഹ്നമാണ് വന്നെങ്കിൽ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്ത് അതേ ചിഹ്നം ഇടുക. സോ 30 + 20 50 -50. ഓക്കെ, 600 by -50 വരും. ഓക്കെ, 600 by -50 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ക്യാൻസൽ ആവും. 60 by 50 വരുന്ന സമയത്ത് നമുക്ക് വി നോ ഇറ്റ് ഈസ് 12. ഇവിടെ മൈനസ് ഉണ്ടായിരിക്കും. ആൻസർ -12 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്കറിയാം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമ്പറിന് നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ 600 by -50 ആണ്. സോ ആൻസർ -12 ആയിരിക്കും. സോ നമുക്ക് കിട്ടിയത് f ഈക്വൽ ടു -12. അതിനർത്ഥം എന്താണ്? ഫോക്കൽ ലെങ്ത് -12 ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എവിടെ ആയിരിക്കും? -12 എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് നെഗറ്റീവ് എടുത്തത്? നമ്മുടെ മിററിൻ്റെ ഈ ഭാഗത്തേക്കാണ് നമ്മൾ നെഗറ്റീവ് എടുത്തത്. സോ ഇവിടെ ആയിരുന്നു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത്, ഇവിടെ തന്നെ ഇമേജ് ഉണ്ടായിരുന്നത്. ഫോക്കൽ ലെങ്ത് എവിടെ തന്നെയാണ് വരിക? ഈ ഭാഗത്ത് തന്നെയാണ് ഫോക്കൽ ലെങ്ത് വരിക. ഓക്കെ, ഈ ഭാഗത്ത് തന്നെ. ഇവിടെയാണ് 12 സെൻറ്റിമീറ്റർ. കാരണം ഇവിടെ ഇങ്ങോട്ട് നമ്മൾ നെഗറ്റീവ് എടുത്തത്. സോ നമുക്ക് -12 ആണ് കിട്ടിയത്. സോ ഈ ഭാഗത്തിനായിരിക്കും ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യമാണ്. ഒറിജിൻ എന്ന് പറയുന്നത് പോളാക്കിയാണ് എടുക്കുക. പിന്നെ അതിന് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ടും, ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവായി എടുക്കും. പിന്നെ അപ്പിലേക്ക് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് പോസിറ്റീവ്, താഴേക്ക് വരികയാണെങ്കിൽ അത് നെഗറ്റീവ്. അങ്ങനെയാണ് നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ എടുക്കുന്നത്. ഇതിൽ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് 1/f = 1/u + 1/v വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എത്ര ദൂരത്തിലാണ് നമ്മുടെ u ഉള്ളത്, എത്ര ദൂരത്തിലാണ് v ഉള്ളത്, അപ്പോൾ എന്താണ് ഫോക്കൽ ലെങ്ത് വരിക എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് വേറെ 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾ നോക്കൂ, നമ്മൾ പ്ലെയിൻ മിററിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ, ഒരു സാധാരണ കണ്ണാടി അഥവാ ഒരു സാധാ മിറർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞത് നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിൻ്റെ വലുപ്പം ഏതാണോ അതേ വലുപ്പത്തിലാണ് കിട്ടുക അല്ലേ? അങ്ങനെ തന്നെയാണ്, വലുപ്പം മാറില്ല. എന്നാൽ കോൺകേവ് കോൺവെക്സിലേക്ക് വരുന്ന സമയത്ത് വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ചില കണ്ണാടിയിലൊക്കെ, പ്രത്യേകിച്ച് ഈ കോൺകേവിലോ കോൺവെക്സിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് അതിൻ്റെ വലുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് ഇതാ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഓർ ഇമേജിൻ്റെ സൈസ്. ഓക്കെ, എനിവേ ഹൈറ്റ് നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈറ്റ് എന്ന് പറയാം. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇസ് ബീയിങ് ഡിഫറെൻറ്റ്, വ്യത്യാസപ്പെടുന്നുണ്ട്. കൂടുകയാണോ കുറയാണോ ചെയ്യണത്? ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. അങ്ങനെയെങ്കിൽ ഇവിടെ ഹൈറ്റ് ഓഫ് ദ ഇമേജും
ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. വേണ്ടേ? ചില സമയത്ത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് മാറും മീൻസ് കൂടും, ചില സമയത്ത് കുറയും. അപ്പോൾ അത് എങ്ങനെയാണ്? ഈ ഒരു റേഷ്യോ അഥവാ ദ റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർധനം. മാഗ്നിഫിക്കേഷൻ എത്രത്തോളം മാഗ്നിഫൈ ചെയ്യുന്നു. നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഒരു മിററിന് മുമ്പിൽ വെച്ചാൽ ആ മിററിൽ നമുക്ക് കാണുന്ന ഇമേജ്, ആ ഇമേജ് എത്രത്തോളം വലുതാവുന്നുണ്ട് അല്ലെങ്കിൽ ചെറുതാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ റേഷ്യോ, ആ അളവിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ കണ്ണാടിയിലൂടെ നമുക്ക് കാണുന്ന ഇമേജിനെ, പ്രതിബിംബം എത്രത്തോളം വലുതാകുന്നു എത്രത്തോളം ചെറുതാകുന്നു എന്നതിൻ്റെ ആ ഒരു അളവിനെയാണ് നമ്മൾ, ആ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ആവർധനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് അറിയോ? M is equal to മാഗ്നിഫിക്കേഷൻ M equal to നമ്മൾ പറഞ്ഞു റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ? ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ ഇമേജിൻ്റെ ഹൈറ്റിനെ HI എന്നും ബൈ HO ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സോ M ഈക്വൽ ടു HI ബൈ HO എന്ന് പറയും. HI ബൈ HO. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു ഫ്രാക്ഷൻ ആണല്ലോ HI ബൈ HO. ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? HIയും HOയും സെയിം ആവണം അല്ലേ? ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയാൽ 1 ആയിരിക്കും. ആ കേസ് എപ്പോഴാണ് വരിക? പ്ലെയിൻ മിറർ ആകുമ്പോൾ. പ്ലെയിൻ മിററിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് കാണുന്ന ഇമേജ്, പ്രതിബിംബം എന്താണ്? സെയിം ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? സോ അവിടെ മാഗ്നിഫിക്കേഷൻ സംഭവിക്കണില്ല. ചുരുക്കി പറഞ്ഞാൽ വലുതാവുന്നില്ല ചെറുതാവുന്നില്ല, അതേ വലുപ്പത്തിൽ കാണും. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ ചില സമയത്ത് നമ്മൾ പറഞ്ഞു വലുതാവും. അതായത് ഹൈറ്റ് ഓഫ് ഇമേജ് വിൽ ബി ഹൈ ദാൻ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അല്ലേ? കൂടും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഈ വാല്യൂവിന് എന്ത് സംഭവിക്കും? എമ്മിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ M ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? മാഗ്നിഫിക്കേഷൻ കൂടും. ഓക്കെ, നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് HI ലെസ് ദാൻ HO അഥവാ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനേക്കാൾ, ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ സൈസ് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവണം കേട്ടോ. അത് ഞാൻ ഹൈറ്റ് എന്നുള്ളതൊരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറയുന്നതാണ്. സോ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഹൈറ്റ് ഓഫ് ഇമേജിനേക്കാൾ ചെറുതാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് വലുത്, ഇമേജ് ചെറുത്. അപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ചെറുത് കുട്ടിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് മാഗ്നിഫിക്കേഷൻ വിൽ ബി ലെസ് ദാൻ 1. അതിനർത്ഥം എന്താ? മാഗ്നിഫിക്കേഷൻ ചെറുതാണ്. അപ്പോൾ ആവർത്തനം, മാഗ്നിഫിക്കേഷൻ ചെറുതാണെങ്കിൽ ഇമേജ് ചെറുതാണെന്ന് അർത്ഥം. ഓക്കെ, ചെറുതായിട്ട് ഇമേജ് കാണുള്ളൂ. അപ്പോൾ ഇവിടെ M ഈക്വൽ ടു HI ബൈ HO എന്നതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ ബേസിക് ഇക്വേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കാണാൻ HI HO വേണം, ഹൈറ്റ് ഓഫ് ഇമേജ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട്, നമ്മുടെ UVനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ മാഗ്നിഫിക്കേഷൻ പറയാൻ പറ്റും. അതെങ്ങനെയാ അറിയോ? M ഈസ് ഈക്വൽ ടു HI ബൈ HO ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു VU കണക്ട് ചെയ്തുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ എടുത്താൻ പറ്റുക? V മൈനസ് V ബൈ U. മൈനസ് V ബൈ U, അതായത് മാഗ്നിഫിക്കേഷൻ നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ M ഈക്വൽ ടു മൈനസ് V ബൈ U എന്ന ഇക്വേഷൻ ചെയ്താലും മനസ്സിലാവും. M ഈക്വൽ ടു മൈനസ് V ബൈ U. VU അറിയാലോ അല്ലേ? V എന്ന് പറയുന്നത് is the distance between mirror and image. U distance between mirror and object. ഓക്കെ, സോ ഇവിടെ എത്രയാണ് വരുന്നത്? അതിൻ്റെ ഒരു നെഗറ്റീവ് വാല്യൂ കൂടെ ഇട്ട് കൊടുക്കണം. മൈനസ് V ബൈ U ആണ്. സോ മൈനസ് V ബൈ U എന്നത് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള, നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. VU കിട്ടിക്കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കാണാം. HI HO വേണമെന്നില്ല, ഇത് തന്നെ മതി. ഓക്കെ, സോ ഈ മാഗ്നിഫിക്കേഷൻ എന്നുള്ളൊരു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. മാഗ്നിഫിക്കേഷനിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. VU കണക്ട് ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? വലുപ്പവും ചെറുപ്പവും ആവുന്നില്ല. ചെറുപ്പം മീൻസ് ചെറുതാവുന്നില്ല അല്ലേ? ഇമേജിൻ്റെ സൈസ് വലുതാവുന്നില്ല ചെറുതാവുന്നില്ല, കറക്റ്റ് പ്ലെയിൻ മിററിലാണ് സംഭവിക്കുക. ഇനി മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അതിനർത്ഥം ഹൈറ്റ് ഓഫ് ഇമേജ് കൂടും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനേക്കാൾ.
മാഗ്നിഫിക്കേഷൻ >1 ആണെങ്കിലോ ഹൈറ്റ് ഓഫ് ഇമേജ് കുറയും, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനേക്കാൾ ഹൈറ്റ് ഓഫ് ഇമേജ് കുറയും. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്, അതായത് എം ഈസ് പോസിറ്റീവ് ആണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ദെൻ ദ ഇമേജ് വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇമേജ് റിയലും ഇൻവേർട്ട് ആയിരിക്കും, അഥവാ യഥാർത്ഥമായ പ്രതിബിംബമായിരിക്കും, ഇൻവേർട്ടഡ് തല കീഴായിട്ടുള്ള പ്രതിബിംബമായിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. വിർച്വൽ എന്ന് പറഞ്ഞാൽ മിഥ്യ ആയിട്ടുള്ള നമ്മുടെ ഇമേജ് ആയിരിക്കും, അതുപോലെ ഇറക്റ്റ് നേരെ കുത്തനുള്ളതായിരിക്കും. ഓക്കെ, സോ എം പോസിറ്റീവ് ആണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ അത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇമേജിൻ്റെ പ്രത്യേകത റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടെത്തിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ പ്രതിബിംബം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ, നമ്മൾ എന്താണ് പ്രതിഫലനത്തിൻ്റെ ഒരു നിയമം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓവർവ്യൂ എന്താണ് നമ്മൾ പഠിച്ചത്, ആദ്യത്തേത് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നൊരു പ്രതിഫലന നിയമം എന്താണെന്നത് പഠിച്ചു. പിന്നെ അതിനുശേഷം ഒരു നിശ്ചിത കോണളവിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജുകൾ ഉണ്ടാവും, എത്ര പ്രതിബിംബം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കി. ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, n = 360/θ-1, 360/θ-1, n = 360/θ-1. അത് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അതിനുശേഷം കോൺകേവ് കോൺവെക്സ് മിററുകളെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്, ഫോക്കൽ ലെങ്ത് എന്താണ് എഫ്, എന്താണ് യു, എന്താണ് വി, 3 പറഞ്ഞു അല്ലേ. ഫോക്കൽ ലെങ്ത് നമ്മുടെ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് അല്ലേ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് ഫോക്കസിൽ നിന്നും പോളിലേക്കുള്ള ദൂരം. ഓക്കെ, നമ്മളൊരു മിറർ വരച്ചാൽ ഈ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. ഓർമ്മയുണ്ടല്ലോ ഫോക്കൽ ലെങ്ത്. ഓക്കെ, എന്താണ് ഫോക്കൽ ലെങ്ത്? നമ്മുടെ പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് ഫോക്കൽ ലെങ്ത്. ആൻഡ് യു എന്താണ്? യു എന്ന് പറയുന്നത് എന്താ? അത് നമ്മുടെ ഒബ്ജക്റ്റും മിററും, കണ്ണാടിയും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം. വി എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റും ഇമേജും, കണ്ണാടിയും പ്രതിബിംബവും തമ്മിലുള്ള ദൂരം. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? മിറർ ഫോർമുല. ഓക്കെ, മിറർ ഫോർമുല ഓർക്കുന്നുണ്ടോ? (1/f = 1/u + 1/v). മിറർ ഫോർമുല നമ്മൾ പറഞ്ഞു എന്തായിരുന്നു വെച്ചു എളുപ്പത്തിന്, f = uv/u + v എന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ അതാണ് മിറർ ഫോർമുല. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോക്കൽ ലെങ്ത്തും യുവും വിയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാവും. പിന്നെ അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷന് ഒന്ന് പോളാണ് ഒറിജിനായി എടുക്കേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ്, അപ്പിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ്, ഡൗണിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമ്മൾ ഇക്വേഷനിൽ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടും. പിന്നെ മാഗ്നിഫിക്കേഷൻ, ആവർധനം. മാഗ്നിഫിക്കേഷൻ m = എന്തായിരുന്നു പറഞ്ഞത്? hi/ho, ദാറ്റ് ഈസ് -v/u. അതാണ് മാഗ്നിഫിക്കേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ. മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഈക്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജ് കൂടുതലായിരിക്കും. മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ കുറവാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ m പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ കിട്ടുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്, പ്രകാശത്തിൻ്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മുടെ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഈ ഭാഗം മുതലാണ് ഉണ്ടായിരിക്കുക. നന്നായിട്ട് പഠിക്കുക. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സോ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു, ബൈ.